മുഖ്യമന്ത്രി മുതിർന്ന CPM നേതാവുമായ VS അച്യുതാനന്ദന്റെ വിയോഗത്തിൽ ഒരുപാട് പേർ അനുശോചനം രേഖപ്പെടുത്തുകയാണ്. എന്നാൽ ഏറെ ശ്രദ്ധേയമാവുകയാണ് KK രമ MLAയുടെ അനുശോചനം. സമരചരിത്രത്തിന്റെ യുഗം അവസാനിച്ചു. ഇനി ഒരു VS ഇല്ല. ജനങ്ങൾക്ക് വേണ്ടി വിട്ടുവീഴ്ച ഇല്ലാതെയാണ് VS പോരാടിയത് എന്നും KK രമ പറഞ്ഞു. പാർട്ടിക്കകത്തെ ജനവിരുദ്ധ നിലപാടുകൾക്കെതിരെ പോരാടി. ശൂന്യതയിലായപ്പോൾ VS വന്നത് വ്യക്തി ജീവിതത്തിൽ തനിക്ക് തന്ന ധൈര്യം ചെറുതല്ല എന്നും KK രമ പറയുന്നു. പാർട്ടി സെക്രട്ടറി കുലംകുത്തിയെന്ന് വിശേഷിപ്പിച്ചപ്പോൾ VS ചന്ദ്രശേഖരനെ ധീരനായ സഖാവ് എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു. കൊല്ലിച്ചവർക്കും കൊലയാളികൾക്കുമെതിരെ അദ്ദേഹം ശക്തമായി പ്രതികരിച്ചുവെന്നും KK രമ വ്യക്തമാക്കി. പ്രായമായിട്ടും ചോരാത്ത പോരാട്ട വീര്യമായിരുന്നു. ചന്ദ്രശേഖരൻ ശരിയായിരുന്നു എന്ന് VS പറഞ്ഞു. ഇതിലും വലിയ അംഗീകാരം ഇനി വേണ്ട. പാർട്ടിക്കുള്ളിൽ സമരം ചെയ്ത വ്യക്തിയാണ് VS. ആ സമരത്തിന്റെ സംഘടനാ രൂപമാണ് ഒഞ്ചിയത്തെ രാഷ്ട്രീയം. ചന്ദ്രശേഖരന്റെ കൊലപാതകം VSനുള്ള താക്കീതായിരുന്നു. VSനെ താഴ്ത്തിക്കെട്ടിയത് ആരും മറക്കില്ല. ഇത് ജനം ചോദ്യം ചെയ്യും. VSന് ആദരാഞ്ജലി അർപ്പിക്കുന്നവർ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ആത്മപരിശോധന നടത്തട്ടെ എന്നാണ് KK രമയുടെ വാക്കുകൾ. ശരിക്കും ഈ വാക്കുകൾ, KK രമയുടെ ഈ അനുശോചന സന്ദേശം ഏറെ ശ്രദ്ധേയമാകുന്നു. പലരെയും ചിന്തിപ്പിക്കുന്നു. പഴയകാല ആ കാഴ്ചകളിലേക്ക് കൊണ്ടുപോവുകയാണ്. 51 വെട്ടുകളേറ്റ് തല തകർന്നും രക്തം വാർന്നും മരിച്ച് ഒഞ്ചിയത്തെ രക്തസാക്ഷി പരമ്പരയുടെ നേരവകാശിയായി തീർന്ന TP ചന്ദ്രശേഖരൻ. അദ്ദേഹത്തിന്റെ മൃതദേഹത്തിൽ VS അച്യുതാനന്ദൻ പുഷ്പചക്രം അർപ്പിച്ച മുഹൂർത്തം വൈകാരികമായും രാഷ്ട്രീയമായും അർത്ഥഗർഭമായിരുന്നു എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. 2012 മെയ് 5 ഉച്ചതിരിഞ്ഞ് കോഴിക്കോട് ടൗൺ ഹാളിൽ നിറഞ്ഞു കവിഞ്ഞ ജനസഞ്ചയത്തെ സാക്ഷി നിർത്തിയാണ് അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന VS പ്രിയപ്പെട്ട സഖാവിന്, ധീരനായ കമ്മ്യൂണിസ്റ്റിന് അന്ത്യാഭിവാദ്യം അർപ്പിച്ചത്. വികാരനിർഭരമായ വലിഞ്ഞുമുറുകിയ ഒരു അന്തരീക്ഷം. ഉമ്മൻചാണ്ടിയും KPCC അധ്യക്ഷൻ രമേശ് ചെന്നിത്തലയും മറ്റു മന്ത്രിമാരും ഒക്കെ ഉള്ള ആ ഒരു സദസ്സിലേക്ക് ആ നേതാക്കൾക്കിടയിലും VSന്റെ സാന്നിധ്യം വേറിട്ട് നിന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് TPയുടെ മൃതദേഹം ടൗൺ ഹാളിൽ എത്തുന്നതിന് 10 മിനിറ്റ് മുൻപാണ് VS എത്തുന്നത്. അതിനു മുൻപ് തന്നെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കൾ വന്നിരുന്നു. ഉച്ചയ്ക്ക് മുൻപ് തന്നെ എത്തി ടൗൺ ഹാളിൽ കാത്തിരിക്കുകയാണെന്ന ബെർലിൻ കുഞ്ഞനന്ദൻ നായരോടാണ് ആദ്യം VS സംസാരിക്കുന്നത്. പിന്നെ മുഖ്യമന്ത്രി അടക്കമുള്ള നേതാക്കളെ നോക്കി കൈകൂപ്പി. പിന്നാലെ മന്ത്രി ആര്യാടൻ മുഹമ്മദ് VSനെ തങ്ങൾക്കരികിലേക്ക് ക്ഷണിച്ചു. VSന് ഇരിക്കാൻ കസേരയിട്ടെങ്കിലും അദ്ദേഹം മറ്റു നേതാക്കൾക്കൊപ്പം നിൽക്കുകയാണ് ചെയ്തത്. ചന്ദ്രശേഖരന്റെ മൃതദേഹം എത്തിയപ്പോഴുണ്ടായ തിരക്കിൽ ടൗൺ ഹാൾ ആകെ ഉലഞ്ഞു. അതിൽ നിന്ന് VSനെ രക്ഷിക്കാൻ മന്ത്രിമാരടക്കമുള്ള നേതാക്കൾ വലയം തീർത്തു. വെട്ടേറ്റു നുറുങ്ങിയ മുഖം മാത്രം വെളിയിൽ കാണുമാറ് ചന്ദ്രശേഖരന്റെ മൂടിപ്പൊതിഞ്ഞ ശരീരം ആൾക്കൂട്ടത്തിനിടയിൽ ചെങ്കൊടി പുതച്ചു കിടന്നു. അദ്ദേഹത്തിൽ പുഷ്പചക്രവും അന്ത്യാഭിവാദ്യവും അർപ്പിച്ച് കേരളത്തിന്റെ സമരനായകനായ സഖാവ് ടൗൺ ഹാളിന് പുറത്തേക്ക് ഇറങ്ങിയതിന് സാക്ഷിയായവരുടെ എല്ലാം ഉള്ളിൽ അക്കാഴ്ചകൾ കഴിഞ്ഞുപോയ ഇന്നലെ എന്ന പോലെ അനശ്വരമായി തെളിഞ്ഞു നിൽക്കുകയാണ്. 13 വർഷങ്ങൾക്ക് ഇപ്പുറവും ആ കാഴ്ചകളാണ് കഴിഞ്ഞ ദിവസം പലരുടെയും മനസ്സിൽ ഇങ്ങനെ തികട്ടി വന്നത്. മുൻ കേരള മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്രയും പൊതുദർശനവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം നഗരത്തിൽ ഇന്ന് കർശന ഗതാഗത നിയന്ത്രണമാണ്. രാവിലെ 7 മണി മുതലാണ് നിയന്ത്രണം ഏർപ്പെടുത്തുക. സെക്രട്ടേറിയറ്റ് ഭാഗത്തേക്ക് വാഹന ഗതാഗതം അനുവദിക്കില്ല എന്ന് പോലീസ് വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചിരുന്നു. VSന് ആദരാഞ്ജലി അർപ്പിക്കാൻ എത്തുന്നവർ പുളിമൂട് ഹൗസിംഗ് ബോർഡ് ജംഗ്ഷൻ, രക്തസാക്ഷി മണ്ഡപം എന്നിവിടങ്ങളിൽ ഇറങ്ങിയ ശേഷം ദർബാർ ഹാളിലേക്ക് പോകണം. പൊതുദർശനത്തിനായി വരുന്നവരുടെ ചെറിയ വാഹനങ്ങൾ യൂണിവേഴ്സിറ്റി ക്യാമ്പസ്, വെള്ളയമ്പലം വാട്ടർ അതോറിറ്റി പാർക്കിംഗ് ഗ്രൗണ്ട്, ജിമ്മി ജോർജ് സ്റ്റേഡിയം ഗ്രൗണ്ട്, ടാഗോർ തിയേറ്റർ ഗ്രൗണ്ട്, തൈക്കാട് PTC ഗ്രൗണ്ട് എന്നിവിടങ്ങളിലായി പാർക്ക് ചെയ്യണം. വലിയ വാഹനങ്ങൾ ആറ്റുകാൽ ക്ഷേത്ര ഗ്രൗണ്ടിലും കവടിയാല സാൽവേഷൻ ആർമി ഗ്രൗണ്ടിലും പൂജപ്പുര ഗ്രൗണ്ടിലുമായി പാർക്ക് ചെയ്യണം. ഇവിടെ അല്ലാതെ പ്രധാന റോഡിലും ഇടറോഡിലും വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ അനുവദിക്കില്ല. ന്യൂസ് ഡെസ്ക് കർമ്മ.